24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. മുരളി, അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങള്? ദേവിയും ഭാർഗവി ആന്റി ഇറങ്ങി. നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇത്രയും ദൂരം ദേവിക പോകുന്നതല്ലേ? പിന്നെ ഞാൻ ഇവിടെ സന്തോഷിച്ചിരിക്കുകയാണോ? നിനക്ക് സന്തോഷമില്ലെങ്കിൽ പോട്ടെ, മറ്റാർക്കെങ്കിലും സന്തോഷമുണ്ടോ? നീ എന്തേ ചോദിക്കുന്നേ? അവര് പോയപ്പോ പ്രഭ ആന്റിയുടെ പ്രതികരണം എന്തായിരുന്നു? വിഷമമുണ്ടായിരുന്നോ? അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് പിടികിട്ടുന്നില്ലടാ. അമ്മ ജാതകദോഷത്തിലൊക്കെ എന്തിനാ ഇത്ര ബലം പിടിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. നിന്റെ അമ്മയെ പ്രഭ ആന്റി സ്വന്തം അമ്മയെക്കുറിച്ച് നെഗറ്റീവായി മറ്റാരെങ്കിലും പറയുമ്പോ നിനക്ക് ദേഷ്യം വരും. എന്നാലും ഞാൻ പറയുക, ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളില്ലേ, അതിന്റെയൊക്കെ പുറകില് നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ നിനക്ക്? ചിലപ്പോ എന്റെ തോന്നലാവാം. പ്രഭയാന്റിയെ കൃത്യമായി വാച്ച് ചെയ്തോന്നെന്താ? പ്രഭയാന്റിയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും, അതിന് എത്ര ദുഷ്ട മനസ്സുള്ള ആളാണെങ്കിലും ശരി, ദേവികയെ പോലൊരു കുട്ടിയെ ഒരു വനത്തിലേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു. എടാ, നീ എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. എടാ, തെളിക്കാനൊന്നുമില്ല. ദേവികയെ നോക്കാനാണെന്ന് പറഞ്ഞ് എന്റെ അമ്മ കൂടെ പോകുന്നുണ്ട്. എന്തെങ്കിലും അപകടം അവിടെ സംഭവിച്ചാലേ എന്റെ തനി സ്വഭാവം എല്ലാരും അറിയും. മുരളി, എടാ, അവർക്ക് എന്ത് സംഭവിക്കാനാ? നീ ടെൻഷനൊന്നും ആവണ്ട. അമ്മയെ പോലെ തന്നെ ദേവിക എനിക്ക് പ്രധാനപ്പെട്ട തന്നെയാ. നീ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. സിദ്ധുവിന് എന്നോട് ദേഷ്യമാണോ? എന്താ സിദ്ധു, ഞാനാണോ ഇതിനൊക്കെ കാരണം? ദേവികയുടെ ഈ യാത്ര സ്വാമി നിർദ്ദേശിച്ചല്ലേ? അതുമല്ല, നമുക്കെല്ലാവർക്കും നന്മ വരാനുള്ള യാത്രയല്ലേ? തീർത്ഥാടനം ഭജനം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ സിദ്ധു. കഷ്ടപ്പാടുകൾ സഹിക്കണം. ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഭക്തർ വരുന്നതെന്ന് അറിയുമ്പോഴേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവൂ. കുടുംബത്തിലെ ഒരാൾ തീർത്ഥയാത്രയ്ക്ക് പോയാൽ ബാക്കിയുള്ളവർ പ്രാർത്ഥനയോടെ വേണം ഇരിക്കാൻ. അല്ലാതെ ദേഷ്യം കാണിക്കുകയല്ല വേണ്ടത്. വിധി എന്തൊക്കെയോ കണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്ക് വൈകാതെ അറിയാം.